ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിൽ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചുരിദാറിൻ്റെ പാൻറ് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റിയ ഒരു പാൻറ്റിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോൾ ഞാനിവിടെ മെറ്റീരിയൽ 4 ആക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇറക്കമാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ഇറക്കം ഞാനിവിടെ ഫുള്ളായിട്ടും എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ഇറക്കം അനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇറക്കം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ വണ്ണമാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ഞാനിവിടെ ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള പാൻറ്റാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ താഴത്തെ വണ്ണമാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. തയ്യൽ തുമ്പും എല്ലാം ചേർത്തിട്ട് ഞാനിവിടെ 7 ഇഞ്ചാണ് താഴത്തെ വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. കുറച്ച് ലൂസായിട്ട് കിടക്കുന്ന വിധത്തിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കതിൻ്റെ സീറ്റ് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇറക്കം ആ ഭാഗമാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നമുക്കൊരു 10.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഭാഗത്താണ് നമ്മൾ വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ വണ്ണം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. വണ്ണം ഞാനിവിടെ ഒരു 11.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ഈ പോയിന്റിൽ നിന്ന് നമുക്ക് താഴത്തെ പോയിന്റ് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ നമുക്ക് അതിൻ്റെ കാലിൻ്റെ ഭാഗത്തെ വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കാനുള്ളൂ. അതിനുശേഷം മുകളിലേക്ക് സീറ്റ് ലെങ്ത്തിൻ്റെ അവിടുന്ന് മുകളിലേക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കതൊന്ന് വരച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് താഴത്തെ പോയിൻ്റ് മുകളിലത്തെ പോയിൻറ്റും തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ ലൈറ്റ് കളറായ കാരണം അങ്ങോട്ട് കാണുന്നില്ല. അപ്പോൾ താഴത്തെ പോയിൻറ്റും മുകളിലത്തെ പോയിൻറ്റും ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസ് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി നീക്കി വെച്ചിട്ട് നമുക്കത് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുകളിലത്തെ സീറ്റ് ലെങ്ത്തിൻ്റെ അവിടുന്ന് ഈ താഴത്തെ പോയിൻറ്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇലാസ്റ്റിക് ഇടാനുള്ള ഭാഗം ഞാൻ സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിന് ശേഷമാണ് നമ്മൾ മുകളിലത്തെ ബെൽറ്റ് പാർട്ട് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബെൽറ്റ് പാർട്ടാണ് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇറക്കം കൂടുതൽ വേണമെങ്കിൽ ബെൽറ്റ് പാർട്ടിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്നത് 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ്. അപ്പം നമുക്ക് ഒരു 3 ഇഞ്ച് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇറക്കം കൂടുതൽ വേണമെങ്കിൽ 5 ഇഞ്ചോ 6 ഇഞ്ചോ മുകളിലത്തെ ഭാഗത്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വണ്ണത്തിനെക്കാട്ടിയും ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ നമ്മൾ കൂട്ടിയെടുക്കുകയാണ്. ഇലാസ്റ്റിക് ഇടുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് കൂട്ടിയെടുത്താലും കുഴപ്പമില്ല. അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതുകൂടി ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്കാണ് കിടക്കുന്നത്. സ്റ്റിച്ചിങ്ങിൽ ഈ 2 ഭാഗങ്ങളാണ് ആദ്യം നമ്മൾ ജോയിൻ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ അടിയിലത്തെ ഭാഗങ്ങൾ 2 നമുക്കതൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇതുപോലെ ഈ 2 ഭാഗങ്ങളും ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. മുകളിൽ നിന്ന് താഴത്തേക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ പാർട്ട് നമ്മൾ നേരത്തെ ഇലാസ്റ്റിക് വെക്കാൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഭാഗം നമുക്ക് ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അത് രണ്ടും കൂടിയിട്ട് ജോയിൻ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പം നമുക്ക് അതുകൂടി ചെയ്തെടുത്തിട്ട് വരാം. ഇവിടെ അതിൻ്റെ മുകൾ പാർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ബെൽറ്റ് പാർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത 2 സൈഡും ജോയിൻ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഇത് 2 കാലുകളും സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഭാഗങ്ങൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഈ 2 ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. ഇവിടെ ആ ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബെൽറ്റ് പാർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്ത് കഴിഞ്ഞു. മറ്റേ സൈഡും യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെക്കാനായിട്ട് ഇത് മടക്കിയിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇലാസ്റ്റിക് ഇടുന്നതിനനുസരിച്ചിട്ട് അത് മടക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ വെച്ചിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇറക്കുകൂടി കൂട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇലാസ്റ്റിക്കിൻ്റെ അളവനുസരിച്ചിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഇലാസ്റ്റിക് വെക്കേണ്ട ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് വെക്കാനായിട്ട് നമ്മളവിടെ കുറച്ച് സ്പേസ് വിടേണ്ടതാണ്. അതുപോലെ താഴത്തെ ഭാഗം 1/2 ഇഞ്ച് വീതം ഉള്ളിലേക്ക് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. സോറി, 1/2 ഇഞ്ചല്ല, 1 ഇഞ്ച് വീതം മടക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി നമ്മുടെ കാലിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് അതിൻ്റെ സൈഡ് കൂടിയും ഒന്ന് ജോയിൻ ചെയ്തിട്ടെടുക്കാം. സൈഡ് 1 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഒരു അറ്റം തൊട്ടിട്ട് മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു പാൻറ്റാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റിച്ചിങ് തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്.